ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്ന ശീലമൊന്നുമില്ല, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പല്ല് തേക്കാൻ പോയി. എനിക്കിങ്ങനെ വാഷ് ബേസിലൊന്നും ഇങ്ങനെ പല്ല് തേക്കുന്ന, അകത്തുനിന്നൊന്നും പല്ല് തേക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ പുറത്തുനിന്നാണ് പല്ല് തേക്കാറ്. എനിക്ക് അങ്ങനെ അകത്തുനിന്ന് പല്ല് തേച്ചാൽ അങ്ങനെയൊന്നും ഒരു വലിയ താല്പര്യമൊന്നുമില്ല. പുറത്തിങ്ങനെ കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പല്ല് തേക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു, മുഖമെല്ലാം കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കട്ടൻ കാപ്പി ലവറാണോ? ഞാനൊരു കട്ടൻ കാപ്പി ലവറാണ് കേട്ടോ. അപ്പോൾ അതാ കട്ടൻ കാപ്പിയുടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഇച്ചായനുമാണ് കേട്ടോ. ഞാനും ഇച്ചായനും മാത്രമേ കട്ടൻ കാപ്പി കുടിക്കാറുള്ളൂ രാവിലെ. എനിക്ക് ഇച്ചായൻ ആദ്യം കട്ടൻ കാപ്പി ഒന്നും കുടിക്കാറില്ല കേട്ടോ. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ആണ് ഇച്ചായൻ കട്ടൻ ചായയും ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് രാവിലെ കുടിച്ചുകൊണ്ടിരുന്നത്. അമ്മച്ചി അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടൻ കാപ്പി വെക്കുമ്പോൾ ഇച്ചായൻ പറയുന്നത് പിന്നെ എനിക്കും കട്ടൻ കാപ്പി മതി എന്ന് പറയും. അങ്ങനെ ഇച്ചായനും കട്ടൻ കാപ്പി ലവർ. എനിക്ക് കട്ടൻ കാപ്പി ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു വിമിഷ്ടമാണ്, ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇച്ചായൻ എന്നോട് ആദ്യമൊക്കെ പറയുമായിരുന്നു കട്ടൻ കാപ്പി കുടിക്കുന്നത് നിർത്തണം, വെറും വയറ്റിൽ ഇങ്ങനെ കട്ടൻ കാപ്പി കുടിക്കുക. എനിക്ക് രാവിലെ മാത്രമല്ല കേട്ടോ, എനിക്ക് രാത്രിയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ എനിക്ക് കട്ടൻ കാപ്പി കിട്ടുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചായൻ എന്നോട് ഒഴിവാക്കാൻ പറയുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കട്ടൻ കാപ്പിയൊക്കെ ഒഴിവാക്കണം. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു കട്ടൻ കാപ്പി കട്ടൻ ചായ ഒക്കെ ഒഴിവാക്കണം. അന്ന് പോലും ഞാൻ ഒഴിവാക്കിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ രാവിലെ ഇതുപോലെ ന്യൂസൊക്കെ കണ്ട് ചായ കുടിക്കുന്ന ശീലമൊന്നും എനിക്ക് വലിയ ഒന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ലീവൊക്കെ പിള്ളേരൊക്കെ വീട്ടിലുള്ള സമയത്ത്, ലീവൊക്കെ ഉള്ള സമയത്ത്, ഇച്ചായനുള്ള സമയത്ത് ഇതുപോലെ ടി വിയിൽ ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് രാവിലെ ഇങ്ങനെ ഇരുന്ന് കുടിക്കും. അല്ലെങ്കിൽ സമയം എനിക്ക് കിട്ടത്തില്ല. ഇച്ചായനുള്ളതുകൊണ്ടാണ് ടി വിയിൽ ന്യൂസൊക്കെ വെക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ലോകവിവരമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞതാ രാവിലെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞ് അതിങ്ങനെ വലിയ പാത്രങ്ങളൊന്നുമില്ല. കുറച്ച് 2-3 പാത്രങ്ങൾ രാത്രി ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കഴുകാൻ കേട്ടോ. മൊത്തം അങ്ങനെ അലമ്പായി കിടക്കുകയൊന്നുമില്ല. കാരണം രാവിലെ എണീറ്റ് എനിക്ക് കിച്ചണിലേക്ക് കയറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ രാത്രി തന്നെ വൃത്തിയാക്കിയിട്ട് ഞാൻ കയറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതാ 2-3 പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റേ വാഷ് ബേസൊക്കെ കഴുകി വൃത്തിയാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പണിയിലേക്ക് കിടക്കുമ്പം നമുക്കത്ര വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല. ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞിതാ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ചപ്പാത്തിക്കുള്ള പൊടി എടുത്തു. ഇന്ന് പൊട്ടിച്ച പൊടിയാണ് കേട്ടോ ഇത്. ആശീർവാദിൻ്റെയാണ് ഇവിടെ വാങ്ങിക്കാറ്. ഞങ്ങൾ പൊടിപ്പിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പക്ഷേ പൊടിപ്പിച്ച പൊടിയെല്ലാം തീർന്നു. അപ്പോൾ ആശീർവാദിൻ്റെ പൊടി മേടിച്ചതാണ്. ഇനി പരസ്യമൊന്നുമല്ല കേട്ടോ, ഇനി അത് പറയണ്ട ആരും. അപ്പോൾ ഇതാ ചപ്പാത്തിക്കുള്ള പൊടിയെല്ലാം പാത്രത്തിലേക്ക് ഇട്ടു. ചെറിയ ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കാറ്. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ കുറേ കുഴച്ച് വെച്ച് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ അങ്ങനെയൊന്നും ഞാൻ വെക്കാറില്ല. ഞാൻ കുഴച്ച് അപ്പം തന്നെ ചുടും. ചിലർ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതാണ്, ചിലർ അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ വെച്ച് എന്നിട്ടൊക്കെ ഇതാക്കുന്നതാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ സാധാരണ നമ്മൾ പൊടിയെടുക്കുന്നു, ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിക്കുന്നത്. അതൊഴിക്കുന്നു, കുറച്ച് ഉപ്പിടുന്നു. എന്നിട്ട് ഈ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കും. അതല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ പച്ചവെള്ളത്തിലും കുഴയ്ക്കും. കുഴച്ച് ഞാൻ അപ്പം തന്നെ ചുടും. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അതിനോടൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ് എനിക്ക്. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റഡാണ്. അപ്പോൾ ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അയ്യോ അത് കൊച്ച് വന്നു കേട്ടോ. കൊച്ചിന് പാലുണ്ടാക്കുന്നതാണ്. കൊച്ചിന് ബ്രസ്റ്റ് ഫീഡില്ല, അവന് പശുവിൻ പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ പാല് തിളപ്പിച്ചിട്ട് കൊടുക്കുവാണേ, തണുപ്പിക്കുകയാണ് ഞാൻ. അവന് ഫോർമുല മിൽക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ അത് നിർത്തിയേ കുറച്ചായിട്ട്. അവനത് കുടിക്കുന്നില്ല. നമ്മൾ കുഞ്ഞ് പ്രായം തൊട്ട്, അവൻ മാസം തികയാതെ ഉണ്ടായ കുഞ്ഞാണേ, 7-ാം മാസത്തിലുണ്ടായത്. അപ്പം NIC കിടക്കുമ്പോൾ തൊട്ടേ എനിക്ക് പാലില്ല. അന്നേരം തൊട്ടേ ഈ ഇത് ഫോർമുല മിൽക്കാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ. അങ്ങനെ കുടിച്ച് അവന് തന്നെ വെറുപ്പായതാണോ എന്തോ, പിന്നെ അവൻ കുടിക്കുന്നില്ല. അങ്ങനെ പാലാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചപ്പാത്തിക്ക് കുഴച്ച് ഞാൻ അപ്പം തന്നെ എന്താ ഉരുളയൊക്കെ ഉരുട്ടുവാണേ.
അപ്പം ആ ഇച്ചായന് ഫ്രീ ഉള്ള സമയത്ത് ഇച്ചായൻ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ, ഇച്ചായൻ വീട്ടിലുള്ള സമയത്ത്. അല്ലാത്തപ്പോൾ ഞാനിതുപോലെ ചെയ്യും. കാരണം എനിക്ക് ഇച്ചിരി നടുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചായൻ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പം ഇന്നിപ്പോൾ ഇച്ചായന് കൊച്ചി ഉണർന്നുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പം ഇന്നിപ്പം ഞാൻ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് ചെന്നൈയിൽ നിന്നാണ് കേട്ടോ. എനിക്കവിടെ ജോലി ഉണ്ടായിരുന്നു മുമ്പ്. അപ്പം അവിടെ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. ഫുൾക്ക എന്ന് പറയും, അതായത് നമ്മൾ തീയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ടാക്കുന്നതാ. ചപ്പാത്തി കരിയിച്ചു, ഇച്ചായൻ ചപ്പാത്തി കരിയിച്ചു. കരിച്ചിട്ട് തന്നെ ഒരു നോട്ടമുണ്ടേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി അടുപ്പിൽ വെച്ചിട്ട് കൊച്ചിനടുത്ത് കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നതാണ്. ഞാൻ കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഇതാ ചപ്പാത്തി ഉണ്ടാക്കുവാണ്. ഇച്ചാൻ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്ന്. കൊച്ചുറങ്ങും കേട്ടോ. അപ്പം ആ സമയത്ത് ഇച്ചാൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. എന്നെ ശ്രീജയാണ് കേട്ടോ എന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ച്. ഇതുപോലത്തെ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ നമ്മൾ തീയിൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ പൊന്തി വരും. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നില്ലേ ചപ്പാത്തി, അത് കണക്കെ വരും കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ചപ്പാത്തി. അപ്പം അങ്ങനെ അപ്പോൾ അവളാണ് എന്നെ പഠിപ്പിച്ചത് ചപ്പാത്തി ഉണ്ടാക്കാൻ. നമ്മളവിടെ ഹോസ്റ്റലിലേക്ക് നിൽക്കുമ്പം നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവൾ എന്നെ പഠിപ്പിച്ചത്. ശ്രീജ എന്നാട്ടോ എൻ്റെ കൂട്ടുകാരുടെ പേര്. അത് എന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ യൂട്യൂബ് ചാനലിൽ എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ ചപ്പാത്തിയായി, മീൻകറിയായി, മത്തി വറുത്തത്, ചാള വറുത്തത്, ചോറ്. കാരണം ഇവിടെ എല്ലാവരും ചപ്പാത്തി ഒന്നും കഴിക്കില്ല. ചിലവർ ഇച്ചായന് ചപ്പാത്തി കഴിക്കുവാണെങ്കിലും ഇച്ചായന് അധികം കഴിക്കില്ല. ഇച്ചായന് ചോറ് തന്നെ വേണം. അങ്ങനെ ചോറും കൂടെ എൻ്റെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കഴിക്കുകയാണ്. എൻ്റെ കോലം കണ്ട ബസന്തിയുടെ ലുക്ക് ഉണ്ട് കേട്ടോ. ഗേസ് എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാരും ട്രോളരുത്, എൻ്റെ കോലം അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാ ബസന്തി കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഓർത്തു കേട്ടോ. അപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്തു. ഞങ്ങൾ മാറ്റി റെഡിയായി. ഇതാ കാറിൽ കയറി. ഇതാട്ടോ ഇച്ചായൻ. അപ്പം നമ്മൾ പോവുകയാണ്. കുഞ്ഞൂട്ടനെയൊക്കെ നമ്മൾ റെഡിയാക്കി. അപ്പം നമ്മൾ ബത്തേരിക്കാണ് കേട്ടോ പോകുന്നത്. ബത്തേരി പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നമ്മളവിടെ കുറച്ച് കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇതിനകത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോങ് വീഡിയോ ആകും. നമ്മൾ മിൻറ്റ് മോളിൽ പോകുന്നതും കറങ്ങുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോങ് വീഡിയോ. അപ്പം നമ്മൾ വിൽട്ടണിലാണ് കേട്ടോ പോയേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇതാ പൊന്നു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, പിന്നെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ട് ഗൈസ്, തൈരുണ്ട്. അവളത് ഇടുമ്പോൾ തന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഫുഡ് കഴിക്കാൻ. എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? നമ്മൾ ഒരുപാട് നേരം, ഒരു അരമണിക്കൂർ. കാരണം കുറച്ച് നേരം നമ്മളവിടെ അവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വെക്കണം നമ്മൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇപ്പം എൻ്റെ ചട്ടിച്ചോറ് വരാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഫുഡൊക്കെ വന്നു, എൻ്റെ വന്നിട്ടില്ല, ചട്ടിച്ചോറ് വന്നിട്ടില്ല. അതിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. കൊച്ചിനെ പീഡിപ്പിക്കുകയാണ് ചേട്ടൻ. അതിന് നാരങ്ങയൊക്കെ കൊടുത്തിട്ട് എൻ്റെ കണ്ടത്. അപ്പം എൻ്റെ ചട്ടിച്ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിച്ചോറ് എന്ന് വെച്ചാൽ സാധാരണ ചട്ടിച്ചോറിനകത്ത് മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാകും. ഇതിനകത്ത് മുട്ട പുഴുങ്ങിയിട്ട് അത് ഫ്രൈ ചെയ്തേക്കും കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ചട്ടിച്ചോറിനകത്ത് കുറേ വിഭവങ്ങളൊക്കെ ഇട്ട് സാധാരണ ഇടുന്ന ചിക്കൻ, ബീഫ്, മുട്ട, മീൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇച്ചാൻ കഴിക്കുകയാണ്. ഇച്ചാൻ അവനും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോയില്ല, ഞങ്ങൾ 1-2 സ്ഥലത്തൂടെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരമായിട്ടോ, നമ്മൾ ഒരുപാട് ലേറ്റായി വീട്ടിലെത്തിയപ്പം. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ചായ കുടിക്കാം, പഴംപൊരി ഉണ്ടാക്കാം, ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡൊന്നും വേണ്ട, ചായ കുടിച്ച് കഴിഞ്ഞ് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് ഹെവി ഫുഡല്ലേ കഴിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ
അപ്പം നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കി ഇതാ പഴമെല്ലാം നമ്മൾ ചെറിയ പീസായിട്ടോ അതുകൊണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് വലിയ വലിയ പഴംപൊരിയായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല, നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടാട്ടോ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പഴംപൊരി നല്ല അടിപൊളി ബ്രൂ കോഫി ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം എന്നെല്ലാവരും പറഞ്ഞപ്പം അപ്പോൾ ഞാനും ഓർത്ത് ഫുഡ് നമ്മളിന്ന് ഒരുപാട് ഹെവി ഫുഡ് കഴിച്ചു, ചട്ടിച്ചോറൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ട് അത് ഇതുവരെ ദഹിച്ചിട്ടില്ല, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി പഴംപൊരിയും നല്ല ബ്രൂ കോഫിയൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് നമ്മളിന്ന് വേഗം കിടന്നുറങ്ങും. നമ്മൾ രാത്രി വേറെ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.